കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. തമിഴ്നാട്ടിലെ തക്കല സ്വദേശിയായ ബിജു സുരേഷാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ കൊല്ലം സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് വലയിലാക്കിയത്. അർദ്ധരാത്രികളിൽ നഗരം നിശ്ചലമാകുമ്പോൾ തെരുവോരങ്ങളിൽ അഭയം തേടുന്ന അഗതികളെ ലക്ഷ്യമിട്ട് ഒരു അദൃശ്യരൂപം കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. ഇരകളെ ഉറക്കത്തിൽ കരിങ്കല്ല് കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്ന പഴയ സ്റ്റോൺമാൻ കൊലപാതകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കൊല്ലം ജില്ലയിലെ പുതിയ സംഭവ വികാസങ്ങൾ. ചിന്നക്കടയിലെ കടത്തിണ്ണയിൽ ചോരയിൽ കുളിച്ചുകിടന്ന രാജേന്ദ്രന്റെ മൃതദേഹത്തിന് മുന്നിൽ പകച്ചുനിന്ന പോലീസിന് മാസങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളിയിൽ ഇതേ ശൈലിയിൽ കൊല്ലപ്പെട്ട രവീന്ദ്രന്റെ ദാരുണാന്ത്യത്തിലേക്ക് അധികം ദൂരമുണ്ടായിരുന്നില്ല. രണ്ടിടത്തും ഘാതകൻ പ്രയോഗിച്ച ക്രൂരതയുടെ ആവർത്തനം പോലീസിനെ എത്തിച്ചിരിക്കുന്നത് ഒരൊറ്റ നിഗമനത്തിലാണ്. കൊല്ലത്തിന്റെ തെരുവുകളിൽ ഒരു സൈക്കോപാത്ത് വേട്ടയാടൽ തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ തക്കല സ്വദേശിയായ യുവാവ് അങ്ങനെ പോലീസിന്റെ സംശയ നിഴലിലായി. ഇയാളുടെ കൃത്യനിർവഹണ ശൈലി കുറ്റാന്വേഷകരെ പോലും കുഴയ്ക്കുന്നതായിരുന്നു. പകൽ സമയങ്ങളിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് അലിഞ്ഞു ചേരുന്ന ഇയാൾ രാത്രിയാകുന്നതോടെ തന്റെ മുഖം പുറത്തെടുക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ, വിജനമായ ബസ് സ്റ്റാൻഡുകൾ, പണിതീരാത്ത കെട്ടിടങ്ങൾ എന്നിവയാണ് ഇയാളുടെ പ്രധാന താവളങ്ങൾ. പകൽ സമയങ്ങളിൽ ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ലഹരിക്ക് പണം കണ്ടെത്താനോ അതോ കേവലം മാനസിക വൈകൃതത്തിന്റെ പുറത്തോ ആണ് ഇയാൾ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നാണ് പ്രാഥമികമായ നിഗമനം. രാത്രി വൈകി തെരുവു നിവാസികളെ സമീപിച്ച് പണം ആവശ്യപ്പെടുക, നൽകാത്തവരെയോ ചോദ്യം ചെയ്യുന്നവരെയോ യാതൊരു പ്രകോപനവുമില്ലാതെ ഉറക്കത്തിൽ തന്നെ മാരകമായി ആക്രമിക്കുക എന്നതാണ് ഇയാളുടെ വിനോദം. ചിന്നക്കടയിൽ ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്ന രാജേന്ദ്രനെയും പാരിപ്പള്ളിയിൽ ഒഴിഞ്ഞ കെട്ടിടത്തിൽ അഭയം തേടിയ രവീന്ദ്രനെയും ഒരേപോലെ കരിങ്കല്ല് കൊണ്ട് തലയ്ക്കടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും കണ്ടെടുത്ത കല്ലുകളിലെ വിരലടയാളങ്ങളാണ് രണ്ടു കേസുകളിലെയും പ്രതി ഒരാൾ തന്നെയെന്ന് ഉറപ്പിക്കാൻ പോലീസിനെ സഹായിച്ചത്. പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്ന് ഉറപ്പായതോടെ കേസന്വേഷണം അന്തർ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിച്ചിരുന്നു. പ്രതി കേരള തമിഴ്നാട് അതിർത്തികൾ മാറി മാറി ഉപയോഗിച്ച് പോലീസിനെ വെട്ടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക ക്രൈം വിങ്ങുമായി ചേർന്ന് കേരള പോലീസ് സംയുക്ത തിരച്ചിൽ ആരംഭിച്ചു. പ്രതിയുടെ ജന്മനാടായ തക്കലയിലും ഇയാൾ മുൻപ് തമ്പടിച്ചിരുന്ന നഗരങ്ങളിലും പ്രത്യേക സംഘം ഇറങ്ങി. തുടർച്ചയായ കൊലപാതകങ്ങൾ നഗരത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിലും കനത്ത ഭീതിയാണ് വിതച്ചിരിക്കുന്നത്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിരുന്നു. നഗരത്തിലെ പ്രധാന കവലകളിലുള്ള വ്യാപാരികൾ രാത്രികാലങ്ങളിൽ തങ്ങളുടെ CCTV ക്യാമറകൾ നിർബന്ധമായും ഓൺ ചെയ്തു വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ, ആളൊഴിഞ്ഞ പറമ്പുകൾ, റെയിൽവേ ട്രാക്കുകൾ എന്നിവ കേന്ദ്രീകരിച്ച് രാത്രികാല പെട്രോളിംഗും ശക്തമാക്കിയിരുന്നു. തെരുവു നിവാസികളെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയും പരിശോധിച്ചിരുന്നു. എന്തായാലും പിന്നീട് പ്രതിയുടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രതി പിടിയിലായത്.